ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻബീസ് മീഡിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് തുടക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും. അതെ, പായൽ പന്തുകൾ ഉണ്ടാക്കുകയാണ്. പായൽ പന്തുകൾ മീൻസ് കൊക്കഡോമ. എന്താണ് കൊക്കഡോമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരാതന കാലം മുതൽ ജാപ്പനീസ് ജനത ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പായൽ പന്തുകൾ അഥവാ കൊക്കഡോമ. എനിക്ക് കഴിഞ്ഞ എൻ്റെ വീഡിയോ ബോൺസായിയെ കുറിച്ചായിരുന്നു. അതും ജാപ്പനീസ് ഗാർഡനിങ് രീതിയാണ്. ജപ്പാനുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു അഭീത ബന്ധവുമില്ല. നമ്മൾ ഇന്ത്യക്കാർ, മെയ്ഡ് ഇൻ ഇന്ത്യ. പക്ഷേ ഈ ഗാർഡനിങ്ങിന് ജപ്പാനീസ് ജനത ഉപയോഗിക്കുന്ന അതിമനോഹരമായ രീതികളാണ്. ഒന്ന് ബോൺസായി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്. അത് ബോൺസായി ഹണ്ടിങ് ആയിരുന്നു. ഇന്ന് ഹണ്ടിങ്ങും കിണ്ടിങ്ങും അങ്ങനെ ഒരു പരിപാടിയല്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൊക്കഡോമ അഥവാ പായൽ പന്തുകളാണ് ഉണ്ടാക്കുന്നത്. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നേയില്ല. കാരണം നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട സബ്സ്ക്രൈബേഴ്സാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു പരിപാടിയിലോട്ട് പോകുന്നതിന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, പായൽ പന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പായൽ പന്ത് ഉണ്ടാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പായലാണല്ലോ. പിന്നെ എന്തൊക്കെ വേണമെന്ന് നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ പായൽ കളക്ട് ചെയ്യണം. നല്ല മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല പച്ച പായൽ കിട്ടുന്ന സമയമാണ്. വീടിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം പായൽ എടുക്കുന്നത്. വീടിൻ്റെ മുകളിൽ പായൽ വളർത്തരുത്, ആരും വളർത്തരുത്. പോളിഷ് ചെയ്യാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ചോർച്ചയായിട്ടുണ്ട് വീട്ടിൽ. അപ്പോഴെന്തായാലും ആ ചോർച്ച മുതലാക്കിക്കൊണ്ട് അവിടെ വളർന്ന പായലിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സ്ഥിരം നമ്മുടെ പണിയായുധം വിട്ടുള്ള ഒരു കളിയുമില്ല. ടണ്ടടേ. അപ്പോൾ നമുക്ക് നേരെ ഈ തേപ്പ് കരണ്ടി കൊണ്ട് വീടിൻ്റെ മുകളിലോട്ട് കയറാം. അപ്പം മച്ചാൻ പറയാം, നമ്മൾ ആവശ്യത്തിലധികം പായൽ കിട്ടിയിട്ടുണ്ട്, പായലായിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനുള്ളത് ഇതിൻ്റെ മിക്സ്ചറാണ്. മിക്സ്ചർ മീൻസ് ചകിരിച്ചോറ്, ചാണകം, പിന്നെ നല്ല മണ്ണ്. നല്ല കളിമണ്ണെങ്കിൽ കളിമണ്ണ്, അല്ലെങ്കിൽ നല്ല തരിയില്ലാത്ത മണ്ണ്, നല്ല ചരൽ എന്നല്ലേ പറയുന്നത്, കല്ലുകളില്ലാത്ത മണ്ണ്. ഇത് മൂന്നും കൂടെ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വരാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ചരലില്ലാത്ത മണ്ണെന്ന്. നമ്മളിതിനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഞാൻ കണ്ടെത്തിയ വഴിയാണ് കേട്ടോ. ചരലില്ലാത്ത മണ്ണ് എടുക്കണമെങ്കിലാണ് ഇതൊരു ഉറുമ്പും കൂടാണ്. ഒന്ന് സൂം ചെയ്തേ. കണ്ടോ. അപ്പോൾ ഈ ഉറുമ്പ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഉള്ള മണ്ണ് എല്ലാം അരിച്ച് നല്ല തരി മണ്ണാക്കി ഇട്ടേക്കാണ്. കണ്ടോ, അടിപൊളി മണ്ണ്, ഒരു തരി പോലും ഇല്ല. നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. അപ്പോഴിങ്ങനെ ഉറുമ്പും ശല്യം കൂടുതലുള്ള മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ണെടുക്കാം. അടിപൊളി മണ്ണാണ് കേട്ടോ, നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ നമ്മൾ ഈ മണ്ണാണ് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. മച്ചന്മാരെ, അടുത്തത് വേണ്ടത് ചാണകപ്പൊടിയാണ്. മിക്സർ ഉണ്ടാക്കാൻ വേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നമ്മുടെ പശുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വേണ്ട പശുക്ക ഇപ്പിളിച്ചി ആവശ്യം പോലെ കിടപ്പുണ്ട്. തോനെ കാണിച്ച് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നില്ല. അപ്പോൾ കണ്ടോ, ഇവിടെ നല്ല ഉണക്ക ചാണകപ്പൊടി കിടപ്പുണ്ട്. നമുക്ക് മണ്ണായി കഴിഞ്ഞു, ഉണക്ക ചാണകമായി കഴിഞ്ഞു, ചാണകപ്പൊടി ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് ചകിരിച്ചോറാണ്. ഇവിടെ ഞങ്ങൾ ഈ ചെടികളൊക്കെ നടാൻ വേണ്ടി ചകിരിച്ചോറ് ഇറക്കി വെച്ചിരുന്നു. പക്ഷേ അത് തീർന്നുപോയി. ഇപ്പോഴും പുതിയ ബെഡൊന്നും വരുന്നതുമില്ല. അതിനാൽ ചകിരിയുടെ ചകിരിച്ചോറ് ലഭ്യമല്ലാത്തതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ ചകിരി തന്നെ എടുക്കുന്നു. കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ പിന്നെ എടുത്താൽ മതി. നല്ല നമ്മുടെ സാധാരണ ചകിരിച്ചോറ് കണക്ക് തന്നെ കിട്ടും. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ കൊക്കഡോമ ഉണ്ടാക്കാൻ അഥവാ പായൽ പന്തുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പായലാണ്. പായൽ നമ്മൾ തോനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് ചകിരിച്ചോറ് നമ്മൾ നമ്മുടെ ചകിരിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ചകിരിച്ചോറ് ലഭ്യമല്ലാത്തതാണ്, സാധാരണ ചകിരിയാണ് തള്ളി എടുത്തേക്കുന്നത്. നെക്സ്റ്റ് പശുവിൻ്റെ നമ്മുടെ ഉണക്ക ചാണകവും പിന്നെ ഉറുമ്പരിച്ച മണ്ണ്. അതാകുമ്പോഴത്തേക്ക് അരിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല മണ്ണാണ് കേട്ടോ, നല്ല മണ്ണാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടതാണ്, ഇനി കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇത് നമുക്ക് ആവശ്യമായ വെള്ളം ഇത് കുഴച്ചെടുക്കണം. കാരണം ഈ ചാണകവും മണ്ണും ഈ ചകിരിച്ചോറൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ബോളാക്കി എടുക്കണം. അതിനകത്താണ് ഈ പായൽ നമ്മൾ എടുത്ത് റൗണ്ടായിട്ട് ചുറ്റുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ചാണകപ്പൊടിയും ഈ മണ്ണും ചകിരിച്ചോറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ബ്ലൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പണിയായുധം പോയി. ഓക്കെ, കുറേ കുന്നുമല കയറിയതല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഒരു ബോൾ ഉരുട്ടിയെടുക്കാൻ ആവശ്യത്തിന് മണ്ണും പിന്നെ ചാണകപ്പൊടി ഇത്ര മതി കേട്ടോ. കാരണം ഈ മണ്ണ് നല്ല വളക്കൂറുള്ളതുകൊണ്ട്. പിന്നെ ഈ ചകിരിച്ചോറോടെ ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മതി, ഇനിയുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മളൊരു ഈ മിക്സർ മൂന്നും കൂടെ കുഴച്ചെടുത്തൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബോളിൻ്റെ ഒത്ത മധ്യഭാഗം, ബോളിൻ്റെ മധ്യഭാഗമൊന്നും ഇല്ലല്ലോ, എവിടെ ആയാലും അത് മധ്യഭാഗം തന്നെ, അവിടെ നമ്മളൊരു
രണ്ടായിട്ടൊന്ന് ഒരു ചെറിയ കുഴിയിടുകയാണ്. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കണ്ടോ, ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. ഇനി അപ്പോൾ ബോളിൻ്റെ ഷേപ്പ് മാറി നമുക്ക് വീണ്ടും ആക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ടൊരു ചെടി നടാൻ പോവുകയാണ്. ചെടി എത്ര മനോഹരമായ ചെടി എടുക്കുന്നോ അത്രയും ഭംഗി ഇതിനകത്ത് വരും. കണ്ടോ, ഞാൻ എടുത്തേക്കുന്ന ഒരു കണ്ണാടി ചെടിയാണ്. ഉണ്ണി കിട്ടുന്നുണ്ടോ? കണ്ടോ, നല്ലൊരു കണ്ണാടി ചെടിയുടെ തൈ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൈ വേണമെന്നുള്ളവർ നമ്മുടെ സാൻവീസ് പ്ലാന്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും, വരണം. നമുക്ക് വെറുതെ മിണ്ടിയും പറഞ്ഞിരിക്കാം ചെടിയെക്കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോഴേ ഈ ചെടിയുടെ തൈ ഞാൻ ഇതിനകത്തോട്ട് വെക്കുകയാണ്. വെച്ച് നമുക്കിത് വീണ്ടും ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിത് റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു തുണിയാണ്, ഒരു കോട്ടൺ തുണി. അതൊരു പച്ച കളർ തുണി കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മളിത് വെച്ച് പച്ച വെച്ച് ഇതിനകത്ത് ഈ തുണി വെച്ച് കോട്ടൺ തുണി വെച്ച് ഇതിനെ മുഴുവൻ കവർ ചെയ്യും. അതിന് മുകളിലാണ് നമ്മൾ പായൽ വെക്കുന്നത്. പച്ച കളർ തുണിയാണെങ്കിൽ ഒരു നമ്മൾ ഈ പായലെടുത്ത് വയ്ക്കുമ്പോൾ പച്ച പായലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ പായലിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അഫങ്ങി അങ്ങ് മാറിക്കിട്ടും. അപ്പം നമുക്ക് ഇതിനകത്ത് അടുത്ത ചെയ്യാനുള്ളത് ഈ ബോളിനെ ഒരു പച്ച കളർ തുണി വെച്ച് മൊത്തത്തിൽ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു തുണി വെച്ചിട്ട് കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നമ്മളൊരു നൂല് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് ഈ കോട്ടനെ മൊത്തത്തിലൊന്ന് വരിഞ്ചി കെട്ടണം. അത്ര. അപ്പോൾ നമ്മളിതിനകത്ത് കോട്ടൺ ചുറ്റിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പായൽ ഓരോ പായലായിട്ട് ഇതിൻ്റെ മുകളിൽ അതാത് ഷേപ്പിൽ അനുയോജ്യമായ രീതിയിൽ കേട്ടോ ഷേപ്പിൽ നമുക്കൊന്ന് വെച്ച് കെട്ടി നമ്മുടെ നൂല് വെച്ച് അതും വരിഞ്ഞ് കെട്ടാം. അച്ഛന്മാരെ, നമ്മുടെ കൊക്കടാമയുടെ ഏകദേശം പണി തീർന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശം അടിപൊളി ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഗ്യാപ്പും ഫില്ലായിട്ടുണ്ട്. ഓക്കെ, ഈ നൂലൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് അടുത്ത് കാണിച്ചേ. ടണ്ടടാങ്, എങ്ങനുണ്ട്? ഇത് ഒരു വർഷം നിൽക്കും കേട്ടോ. ഒരു വർഷം ഇതിൻ്റെ കാലാവധി ഉണ്ട്. നമുക്കിത് ഇൻഡോറായിട്ട് ഔട്ട്ഡോറൊക്കെ ഇതൊക്കെ എടുത്ത് ഔട്ട്ഡോർ വയ്ക്കുന്നതിന് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്കിതിനകത്ത് വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ, കാരണം ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള വളം മൊത്തവും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. വെള്ളം സ്പ്രേ നമ്മൾ മറ്റേ സ്പ്രേയർ വെച്ച് സ്പ്രേ ചെയ്യാം. മച്ചന്മാരെ, നമ്മുടെ കൊക്കഡാം അഥവാ പായൽ പന്തുകൾ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൊക്കഡാം ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്കാണ് അതിൻ്റെ ഭംഗി മനസ്സിലാകുന്നത്. അതിനകത്ത് നമ്മൾ വെക്കുന്ന ചെടിയുടെ ഭംഗിയും കൂടെ അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ടോട്ടൽ പ്രോഡക്റ്റിനെ ഒന്ന് വിലയിരുത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ രണ്ട് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വെള്ളം നനഞ്ഞിരിക്കുന്ന പായലായതുകൊണ്ടാണ്. ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് പായൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പായൽ നശിച്ചു അങ്ങോട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ല, ഇതിൻ്റെ കുറച്ച് ഈർപ്പം മാറി വരുമ്പോഴത്തേക്ക് എല്ലാം മൊത്തത്തിൽ ഒരു ഗ്രീനിഷ് ലുക്ക് അല്ലേ. നമ്മുടെ മൊത്തത്തിലൊരു ഗ്ലോബ് ഭൂമി, അതിൻ്റെ മണ്ടയിൽ ഒറ്റ മരം നിൽക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം ജപ്പാനിലുള്ളത്. എന്തായാലും ഈ കൊക്കഡാമ നമുക്കിതൊരു ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. നമ്മൾ ആർക്കെങ്കിലും വീട്ടിൽ വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതാ ഞങ്ങളുടെ വകയായിട്ടൊരു കൊക്കഡാമ, ഒരു കൊക്കഡാമേ എടുത്ത് സാധനം കാണിക്കുമ്പോൾ മച്ചന്മാരെ അവർ ഞെട്ടിപ്പോകും. സ്വയം സാധനം അവരുടെ മുമ്പിൽ നമ്മൾ ആരായി. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ കൊക്കഡാം അഥവാ ഈ പായൽ പന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് എത്തുന്നതാണ്. ദിസ് ടൈം ദിസ് ഈസ് അൻവി വിത്ത് കൊക്കഡോസ് സൈനിങ് ഓഫ്.